ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. രാവിലെ തന്നെ ആ ഒരു ഊഞ്ഞാലിന്റെ ഏരിയയിൽ ഇരുന്നിട്ട് അനീഷ് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ അടുത്താണ് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, മരുന്നെടുക്കാനായിട്ട് പോയ സമയത്ത് അക്ബർ തഴഞ്ഞു, എടുക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് അനീഷ് പറയുന്നത്. ഇന്നലെ അവര് 3 പേരും ക്യാപ്റ്റൻ ആയ സമയത്ത്, നെവിന്, അക്ബർ, ആര്യൻ, ഇവര് 3 പേരും ക്യാപ്റ്റൻ ആയ സമയത്ത് അനീഷിന്റെ അടുത്ത് പറഞ്ഞിരുന്നു വേണമെങ്കിൽ പോയി സാധനം എടുക്കാം, എന്നിട്ട് ക്യാപ്റ്റൻസിന്റെ കൈ കൊടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവണം പറഞ്ഞു എന്നാണ് അനീഷ് ക്യാമറയിൽ നോക്കി ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മരുന്ന് കൊടുക്കുന്നതിലൊക്കെ ഇവർ എന്ത് ഗെയിമാണ് കാണാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അനീഷ് അവിടെ എല്ലാവർക്കും മരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് തന്നെ ഈ അക്ബറും ആര്യനും ഒക്കെ ഇത് പറഞ്ഞ സമയത്താണ്, ഷാനവാസ് ഒക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ അറിയുന്നത് തന്നെ. അല്ലാത്ത പക്ഷം ഇത്രയും ദിവസം ലൈവ് കണ്ടിട്ട് അനീഷ് ആർക്കും മരുന്ന് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് മരുന്ന് അനീഷ് ഒതുക്കത്തിലാണ് കൊടുക്കുന്നത്, അവർക്കൊരു പ്രശ്നം വരാത്ത രീതിയിലാണ് കൊടുക്കുന്നത് എന്ന് അനീഷ് ഇപ്പോഴും ലൈവിൽ ഇരുന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും നല്ല രീതിക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനെയാണ് ഇവർ ഈ രീതിയിൽ വളച്ചൊടിച്ച് ഗെയിം ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശരിക്കും ഇവര് തെറ്റിദ്ധരിപ്പിക്കലിന് അനീഷിനെ വിളിക്കുന്നുണ്ട്, ഇവര് തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മരുന്ന് എടുത്തു കൊടുക്കുന്നതൊക്കെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്തൊക്കെ ഗെയിം കണ്ടെത്തിയ അനീഷ് അല്ല, അവരാണ്. അപ്പോ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അനീഷ് ഇങ്ങനെ ഇരുന്ന് വിഷമം പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ അച്ഛനെ ഞാനാണ് എടുത്തു കൊടുത്തോണ്ടിരുന്നത്, ഇത്രയും കാലമായിട്ട് ഞാനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്നിരുന്നാലും അത് മനുഷ്യത്വപരമായിട്ട് അനീഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും ദിവസമായിട്ടും 80 ദിവസമായിട്ടും അത് അവർക്കത് ഗെയിമാണ്. ഇത്രയും ദിവസമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോഴാണ് അവർക്ക് ഗെയിം ആയത്. ആദ്യമൊന്നും അവർക്ക് ഗെയിം അല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ക്യാപ്റ്റൻസ് ആയത് പിന്നെ ഇവര് അനീഷിനെ സ്റ്റോർ റൂമിൽ കയറ്റാം എന്നുള്ള റൂൾ വെച്ചപ്പോൾ ഞാൻ ഓർത്തിരുന്നു ഈ ഒരു കേസ് ഇനി പൊങ്ങി വരില്ല എന്ന് ഓർത്തായിരുന്നു. പക്ഷെ വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്. അനീഷിന് മാനസികമായിട്ട് വിഷമമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തില് മാനസികമായിട്ട് വിഷമമുണ്ടെന്നാണ് പറയുന്നത്. ഇത് വിതുമ്പുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഇരുന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. എന്തൊരു പാവം മനുഷ്യനാണല്ലേ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.